പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്നത്തെ വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായം 32-ാം വാക്യം ഇപ്രകാരം പറയുന്നു: മകനെ, മനസ്സ് വച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. അതായത് പ്രിയമുള്ളവരെ, ജ്ഞാനം നേടുവാൻ, ഒപ്പം സമർത്ഥനാകാൻ, ശക്തി സ്വീകരിക്കുവാൻ, അപ്പുറമായിട്ട് നല്ല വ്യക്തിയായി മാറണമെങ്കിൽ വചനം പറയാണ്, എന്താണെന്നറിയാമോ? നീ അധ്വാനിക്കണം, മനസ്സ് വയ്ക്കണം. മനസ്സ് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വ്യക്തിപരമായ തീരുമാനം എടുത്തുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ ഏത് കാര്യവും നമുക്ക് നേടാൻ സാധിക്കും. ദൈവം നമ്മെ ചേർത്ത് പിടിച്ച് സഹായിക്കും. രണ്ടാമത് പറയാണ്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം. അതാണ് 6-ാം അധ്യായം 33 മുതൽ 36 വരെ. ശ്രദ്ധിക്കണമേ, മനസ്സ് വെച്ചാൽ എനിക്കെല്ലാം നേടാൻ സാധിക്കും, എവിടെയും വിജയിക്കാൻ സാധിക്കും. മനസ്സ് വയ്ക്കണം. അത് പേഴ്സണൽ ഇനീഷ്യേറ്റീവാണ്, വ്യക്തിപരമായ നീ എടുക്കുന്ന സ്റ്റെപ്പുകളാണ്. അതെന്താണ്? 3 വചനം പറയുകയാണ്. 1, താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. അപ്പം എന്തെങ്കിലും നീ ശ്രദ്ധിക്കണം, അത് താല്പര്യപൂർവ്വമാകണം. ഇനി ഏകാഗ്രചിത്തനാകണം, അത് വിവേകിയായി മാറും. അപ്പോൾ വിവേകിയായി, സമർത്ഥനായി വിജയം നേടാനുള്ള സ്റ്റെപ്പ്. രണ്ടാമത് പറയുന്നു, മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോടെ ചേർന്ന് നിൽക്കുക. അപ്പോൾ മുതിർന്നവർ, പക്വതയുള്ളവർ, വിവേകമുള്ളവരൊപ്പം നടക്കണം, അവരൊപ്പം ആകണം. അപ്പോൾ എനിക്ക് വിവേകം കിട്ടും. അടുത്ത് പറയുകയാണത്, ദിവ്യഭാഷണം ഗ്രഹിക്കാൻ മനസ്സിരുത്തുക, ശ്രദ്ധയോട് കേൾക്കണം. അതുപോലെ ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനത്താൽ, ദൈവിക ദർശനത്താൽ ദൈവിക ജ്ഞാനം നീ കളയരുത്. അവസാനമായിട്ട് എന്താണെന്നറിയാമോ? ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? മറക്കരുത്, അവരടുത്ത് ചെല്ലണം. വളരെ ഇതാണ്, ഓരോ സ്റ്റെപ്പായിട്ട് എങ്ങനെ നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വീണ്ടും പറയുമ്പോഴവരെ, നിൻ്റെ പാദങ്ങൾ അവൻ്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. അതായത് അവനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് പോകണം, ജ്ഞാനിയുടെ അടുത്ത് പോകണം, അറിവുള്ളവരെ അടുത്ത് പോകണം. പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. അറിവ് സമ്പാദിക്കാൻ അവർ കൂടെ ആകണം. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങളാണ്. നീ നിൻ്റെ വ്യക്തിപരമായ മുൻകൈ എടുത്തുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നിനക്ക് ജ്ഞാനം നേടാൻ പറ്റും, വിജയം നേടാൻ സാധിക്കും. അങ്ങനെ വിജയം നേടാനുള്ള 3 സ്റ്റെപ്പാണ്, 3 പടിയാണ് 31, 34, 35 വാക്യങ്ങളിൽ നാം കാണുന്നത്. 36 ഇത് തന്നെയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ജ്ഞാനവും എന്തു നേടുവാനും അത് നിന്നെ ആശ്രയിച്ചിരിക്കും. നീ അധ്വാനിക്കുക, ഈ സ്റ്റെപ്പിലൂടെ കടന്നു പോവുക, നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.